ഞാൻ പറയട്ടെ, നമ്മുടെ വ്യൂവേഴ്ഷിപ്പിന്റെ ഫിനാൻഷ്യൽ ബാക്കപ്പ് മനസ്സിലായോ? അതാണ് ഏറ്റവും മെയിൻ. നമ്മുടെ പ്ലേയേഴ്സിന് കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഒന്നും ടി വിയിലെ പ്ലേയേഴ്സിന് കിട്ടില്ല. കാരണം നമുക്കിപ്പോൾ ഇന്നലെ ജസ്റ്റ് ബുള്ളോപ്പിക്ക് കിട്ടിയ എമൗണ്ട്, ക്വാർട്ടറിന് കിട്ടിയ എമൗണ്ട്, നമ്മുടെ ചെറിയ ചെറിയ സ്ട്രീമേഴ്സിനടക്കം നല്ല നല്ല ഫിനാൻഷ്യൽ ബാക്കപ്പ്. ഫൈനാൻഷ്യൽ ബാക്കപ്പ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫൈനാൻഷ്യൽ ബാക്കപ്പ്. ഓക്കെ, ഫൈനാൻഷ്യൽ ബാക്കപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് MRCയുടെ ഒരു വെൽവിഷറാണ്. കാരണം അവരുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ നിന്ന് വന്നൊരു സാധനമാണ് ഇതൊക്കെ. അവരുടെ പേഴ്സണൽ ഓഡിയോ, ബട്ട് സ്റ്റിൽ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ഓഡിയോ. ഇത് പക്ഷേ ഒരു കണ്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ റിപ്ലൈ പറയുന്നത്. ഫൈനാൻഷ്യൽ ബാക്കപ്പ്. ഓക്കെ ബ്രോ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പം ഫൈനാൻഷ്യൽ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു 1.5-2 ആഴ്ച കൊണ്ട് ടി വിക്കകത്ത് നടന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ശരത്തേട്ടന് 4.5 ലക്ഷം രൂപയുടെ സൂപ്പർ ചാറ്റ്, സ്റ്റീവിന് 2.25 ലക്ഷം രൂപയുടെ PC, LX2ന് 2 ലക്ഷം രൂപയുടെ PC, മുച്ചിറിക്ക് 2.25 ലക്ഷം രൂപയുടെ PC. വളരെ ചെറിയ മൈന്യൂട്ട് വാച്ചിങ്ങിൽ ഇന്നലത്തെ നമ്മുടെ LX2ന്റെ റവന്യൂ മാത്രം 75,000. ഇന്നലത്തെ വില്ലുമോന്റെ റവന്യൂ ഏകദേശം ഒരു 60,000-80,000. ആൻഡ് ഇനി വരാൻ പോണ ഈ വീക്കില് നമ്മുടെ ടി വിക്കകത്ത് 2 പ്ലേയേഴ്സിന് ഒരു ഏകദേശം 2.25-3 ലക്ഷം രൂപയുടെ PC അനൗൺസ് ചെയ്യാൻ പോവാണ്. രണ്ടുപേരുടെ PC ഒരു 2.70-2.85ന്റെ 2 PC. കണ്ണാപ്പിക്ക് കഴിഞ്ഞ ദിവസം ഒരു ചലഞ്ച് കിട്ടിയിട്ട് രണ്ട് ഇത് PS5, 2 PS5. ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം ഇതാണ് ഗൈസ്, ബീയിങ് എ ഫാൻ ഓഫ് സമ്മൺ ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ എന്ന് കരുതി ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഇതില്ല എന്ന് പറഞ്ഞു വരുത്തരുത്. അതിനോട് മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. MRCയുടെ പ്ലേയേഴ്സിന് ഫൈനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നതിൽ സന്തോഷം. നല്ല നല്ല പ്ലേയേഴ്സിന് ഗ്രൈൻഡ് ചെയ്ത് അവർക്ക് അച്ചീവ്മെന്റ് കിട്ടുന്നതിൽ നല്ല സന്തോഷം. അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല, അതിൽ വലിയ സന്തോഷം എന്ന് കരുതി അവർക്കത് കിട്ടുന്നുണ്ടെന്ന് കരുതി നമുക്കത് കിട്ടുന്നില്ല എന്ന് വിചാരിക്കരുത്.